Welcome back to my YouTube channel Study with me. Today we are going to discuss about difference between void agreement and a voidable contract. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വോയിഡ് എഗ്രിമെൻറ്റ് എന്താണ്, വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണ്, അതാണ് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് അല്ലേ. സോ വാട്ട് ഇസ് എ വോയിഡ് എഗ്രിമെൻറ്റ്? An agreement is considered to be void from the beginning itself, which means an agreement not enforceable by law, which is said to be a void agreement. ബിഗിനിങ്ങിലെ ആ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം മുതലേ നമുക്കറിയാം അത്തരമൊരു എഗ്രിമെൻറ്റ് വാലിഡ് അല്ല, ഒരു വാലിഡ് എസെൻഷ്യൽ എലമെൻറ്റ്സും അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ബിഗിനിങ്ങിലെ ആ ഒരു എഗ്രിമെൻറ്റിനെ നമ്മൾ void ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഇസ് എ voidable contract? A contract is usually treated as a voidable when the consent of the party has not been free. ഒരു പാർട്ടിയുടെ കൺസെൻറ്റ്, സമ്മതം ഫ്രീ അല്ലാതെയാണ് ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തത് എങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ സിറ്റുവേഷൻസ് വെൻ ദ കൺസെൻറ്റ് ഇസ് നോട്ട് ഫ്രീ? മെയിൻലി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, അൺഡു ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഒരിക്കലും ഫ്രീ അല്ല. സോ ഇനി നമുക്ക് ഡിഫറൻസസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ബേസിസ് ഈസ് void ab initio. സോ അണ്ടർ വോയിഡ് എഗ്രിമെൻറ്റ് ഇറ്റ് ഈസ് വോയിഡ് ഫ്രം വെരി ബിഗിനിങ്. അതായത് ആ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു മൈനേഴ്സുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക, നമുക്കറിയാം ഇറ്റ്സ് എ വോയിഡ് അബ് ഇനീഷ്യോ ബിക്കോസ് മൈനേഴ്സുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ വോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കോൺട്രാക്റ്റുകളൊക്കെ വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോയിഡ് ഫ്രം വെരി ബിഗിനിങ്. But under the case of a voidable contract, it is valid when made and continues to remain valid till it is repudiated by the aggrieved party. അതായത് ഇപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ കേസിൽ അത് വാലിഡ് ആണ്, അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആണ്. പക്ഷെ നമുക്കറിയാം ഒരു വ്യക്തിയുടെ കൺസെൻറ്റോട് കൂടിയല്ല അത്തരം കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നിരുന്നാലും അത് വാലിഡ് ആണ്. പക്ഷേ ആ ഒരു പാർട്ടി അത് നിരസിക്കുന്നത് വരെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കാറ് 5 ലക്ഷം രൂപയുടെ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറ് 1 ലക്ഷം രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞു മിസ്റ്ററെ എന്നെ ഭീഷണിപ്പെടുത്തി. മിസ്റ്റർ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ കാറ് 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തരണം. എന്നെ എന്താ പറയുക, കൊയോഷൻ, എന്നെ ഭീഷണിപ്പെടുത്തി, ത്രെട്ടൺ ചെയ്ത് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എന്നെ എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ എൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ അല്ല. എന്നിരുന്നാലും ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്, കാരണം ഞാനത് നിരസിച്ചിട്ടില്ല. ഞാൻ ആ കോൺട്രാക്റ്റിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും ഞാൻ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആണ്, കാരണം ഞാൻ അത് നിരസിക്കാത്തതുകൊണ്ട്. പക്ഷേ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ എനിക്ക് ആ ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പറയാനായിട്ടുള്ളൊരു റൈറ്റ് ഉണ്ട്. ആ ഒരു കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എന്നെ എന്താ പറയുക ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നെനിക്ക് പിന്നീട് അത് പറഞ്ഞ് ആ ഒരു കോൺട്രാക്റ്റിനെ വോയിഡ് ആക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയാണ്, ഇറ്റ് ഈസ് വാലിഡ്, ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണ് വെൻ മെയ്ഡ്, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ആൻഡ് കണ്ടിന്യൂസ് ടു ബി റിമെയിൻ വാലിഡ്. ഇനി അത് വാലിഡായി കണ്ടിന്യൂ ചെയ്യും. എത്ര നാൾ കണ്ടിന്യൂ ചെയ്യും? ടിൽ ഇറ്റ് ഈസ് റെപ്യുഡേറ്റഡ് ബൈ ദ അഗ്രീവ്ഡ് പാർട്ടി. അതായത് അഫക്റ്റ് ചെയ്ത പാർട്ടി, അഗ്രീവ്ഡ് പാർട്ടി മീൻസ് അഫക്റ്റഡ് പാർട്ടി, അഫക്റ്റഡ് പാർട്ടി അത് നിരസിക്കുന്നത് വരെ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ആ ഒരു കോൺട്രാക്റ്റ് നിരസിക്കുന്നത് വരെ, ലൈക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ കാറ് 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു എന്ന് ഞാനത് എതിർക്കുന്നത് വരെ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ഞാനത് എതിർക്കുന്ന സമയം മുതൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കില്ല. Then the second one is enforceability. It cannot be enforced by any party. അതായത് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും വോയിഡ് തന്നെയായിരിക്കും, അതിനൊരിക്കലും ഒരു ലീഗൽ എൻഫോഴ്സബിലിറ്റി കിട്ടില്ല. ബട്ട് ഇൻ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി എൻഫോഴ്സബിൾ ഇഫ് ദ അഗ്രീവ്ഡ് പാർട്ടി ഡസ് നോട്ട് റിപ്പുഡിയേറ്റ് ദ കോൺട്രാക്ട്. അതായത് ആ ഒരു അഫക്റ്റഡ് പാർട്ടി അത് നിരസിക്കുന്നത് വരെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞു അഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടി അത് നിരസിക്കുന്നത് വരെ അതിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ അദ്ദേഹം നിരസിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പാർട്ടിക്ക് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാറ് എന്നെ കൊണ്ട് പേടിപ്പിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കാറ് 1 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം മേടിച്ചു അല്ലേ. അപ്പോൾ ഞാനത് നിരസിക്കുന്നത് വരെ അദ്ദേഹത്തിന് അത് യൂസ് ചെയ്യാം, നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then the third point, right of third party, which means under a void agreement third party does not acquire any right. ഒരു void agreementൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടിക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, കാരണം അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി അതിൽ ഇൻവോൾവ് ആയാലും അദ്ദേഹത്തിന് അത് അക്വയർ ചെയ്യാനുള്ളൊരു അവകാശമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട് എ തേർഡ് പാർട്ടി ക്യാൻ അക്വയർ എ വാലിഡ് ടൈറ്റിൽ ഫ്രം എ പേഴ്സൺ ക്ലെയിമിംഗ് അണ്ടർ സച്ച് എ കോൺട്രാക്ട്.
അതായത് ഒരു തേർഡ് പാർട്ടി വിശ്വസ്തയോടുകൂടി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് അദ്ദേഹത്തിന് വാലിഡ് ടൈറ്റിൽ കിട്ടും. ലൈക്ക് ഇപ്പോൾ നേരത്തെ കേസിൽ 1,00,000 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി മേടിച്ച ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കാറ് അദ്ദേഹം വേറൊരു പേഴ്സണ് മറച്ചു വിറ്റു. അപ്പോൾ അദ്ദേഹത്തിന് അത് വാലിഡ് ടൈറ്റിലാണ്, കാരണം അദ്ദേഹം ഇതൊന്നും അറിയാണ്ടാണ് അത് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ മിസ്റ്റർ സി അത് പർച്ചേസ് ചെയ്താൽ അദ്ദേഹത്തിന് അത് വാലിഡാണ്, അദ്ദേഹത്തിന് വാലിഡ് ടൈറ്റിൽ കിട്ടും. കാരണം ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് പേഴ്സൺ അത് നിരസിച്ചിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തേർഡ് പേഴ്സൺ അവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കും. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, എഫക്റ്റ് ഓഫ് ലാപ്സ് ഓഫ് റീസണബിൾ ടൈം, which means under a void agreement, even on the expiry of a reasonable time, it can never become a valid contract. Valid contract, which means ഒരു void agreementum ഒരിക്കലും വാലിഡ് ആവില്ല. അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു ടേമിൻ്റെ എക്സ്പയറി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും വാലിഡ് ആയിട്ട് തുടരില്ല. But under the case of a voidable contract, on the expiry of a reasonable time, it may become valid contract if the aggrieved party does not repudiate the contract within a reasonable time. നമ്മുടെ വോയിഡബിൾ കോൺട്രാക്റ്റിനൊരു പ്രത്യേകതയുണ്ട്, കൺസെൻറ്റ് ഫ്രീ അല്ല. അതുകൊണ്ട് തന്നെ പാർട്ടീസ് മീൻസ് അഗ്രീവ്ഡ് പാർട്ടിക്ക് അത് റെപ്യൂഡേറ്റ് ചെയ്യാം, ആ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കാം, ക്യാൻസൽ ചെയ്യിക്കാം. പക്ഷേ ഒരു റീസണബിൾ ടൈം പീരീഡ് ഉണ്ട്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത കോൺട്രാക്റ്റ് 5 വർഷത്തിന് ശേഷം ആ ഒരു പാർട്ടി പറയാണ് എന്നെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതാണ്, എനിക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. മനസ്സിലായോ? കാരണം ഒരു റീസണബിൾ ടൈമിനുള്ളിലായിരിക്കണം നമ്മൾ ആ കോൺട്രാക്റ്റ് റെപ്യൂഡേറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് റെപ്യൂഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വോയിഡ് കോൺട്രാക്റ്റിൽ ഒരു എഫക്റ്റഡ് പാർട്ടി ഒരു വിത്തിൻ എ ടൈം പീരീഡിനുള്ളിൽ ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ പറയാം ഇല്ലേ, എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് എന്നൊരു ഓപ്ഷൻ അദ്ദേഹത്തിന് പറയാം. പക്ഷെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴും ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ടാണ് തുടരുക. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അതങ്ങനെ ചെയ്യണം, എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ ഒരു കാറ് അദ്ദേഹത്തിന് 1,00,000 രൂപയ്ക്ക് അദ്ദേഹത്തിന് സ്വന്തമാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഭീഷണിപ്പെടുത്തിയൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ വിത്തിൻ എ ടൈം പീരീഡ്, അതായത് ഒരു നോർമൽ 1 to 2 weeks ഓർ 1 to 2 months നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഒരു റീസണബിൾ ടൈം പീരീഡ് ഉണ്ട്. റീസണബിൾ ടൈം പീരീഡിനെ നമുക്ക് ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല എപ്പോഴും, കാരണം ഓരോ കോൺട്രാക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു റീസണബിൾ ടൈം പീരീഡ് എത്രയാണോ അതായിരിക്കില്ല വേറൊരു കോൺട്രാക്റ്റിലെ റീസണബിൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കോൺട്രാക്റ്റും റീസണബിൾ ടൈം പീരീഡിനുള്ളിൽ അഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അല്ലാത്ത പക്ഷം ആ കോൺട്രാക്റ്റ് പിന്നെ എപ്പോഴും വാലിഡ് ആയിരിക്കും. And the last point is damages. Under the void agreement, the question of damage does not arise. Damage എന്ന് പറയുന്നൊരു ക്ലെയിം നമുക്കവിടെ void agreementൻ്റെ കീഴിൽ വാങ്ങിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ മൈനേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട് പറയാണ് എനിക്കിതിൻ്റെ ക്ലെയിം കോമ്പൻസേഷൻ വേണം, അത് നടക്കില്ല ഒരിക്കലും. ഓക്കെ, ബട്ട് അണ്ടർ ദ കേസ് ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട് ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ ക്ലെയിം ദി ഡാമേജസ്. എഫക്റ്റ് ചെയ്ത പാർട്ടിക്ക് അവിടെ ഡാമേജ് ക്ലെയിം ചെയ്ത് മേടിക്കാം. അതും നേരത്തെ പറയുന്നത് പോലെ വിത്തിൻ എ റീസണബിൾ ടൈം പീരീഡിനുള്ളിലാണെങ്കിലേ അവിടെയും നടക്കുള്ളൂ. സോ താങ്ക് യു.